നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ വൻ കവർച്ച. പത്വാടിയിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു. കാറടുക്ക സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന സംഭവം. കേസന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. കാസർഗോഡ് കുമ്പളയിൽ വൻ പാൻ മസാല വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 5 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഒരാൾ അറസ്റ്റിൽ. കാസർഗോഡ് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി. കാസർഗോഡ് നഗരത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. വീടിന് സമീപത്തുകൂടി പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞു വീഴുന്നത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു. ചെർക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറേ മൂലയിലെ ബാഫക്കി നഗറിലാണ് സംഭവം. കാസർഗോഡ് റാണിപുരത്തെ വനത്തിൽ പ്രകാശിക്കുന്ന കൂണുകൾ വിസ്മയ കാഴ്ചയാകുന്നു. വനം വകുപ്പ് സർവേയിലാണ് അപൂർവ കൂണുകൾ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ വൻ കവർച്ച. പത്വാടിയിൽ പ്രവാസിയായ അബ്ദുല്ലയുടെ ഇരുനില വീട് കുത്തിത്തുറന്ന് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു. 4 ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു വീട്. അബ്ദുല്ലയുടെ ഭാര്യ ചൊവ്വാഴ്ച രാവിലെ വീട് തുറക്കുവാൻ എത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി വീണ്ടും കവർച്ച. ഉപ്പള പത്വാടിയിൽ വീട് കുത്തിത്തുറന്ന് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് കവർച്ച ചെയ്തത്. പ്രവാസിയായ അബ്ദുല്ല എന്നയാളുടെ ഇരുനില വീട്ടിലാണ് കവർച്ച. 4 ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു വീട്. അബ്ദുള്ളയുടെ ഭാര്യ രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. പിൻവാതിൽ തകർത്തുകൊണ്ടാണ് അകത്ത് കയറി ഏകദേശം 5 പവനോളം സ്വർണവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയും പിന്നെ കുറേ ഇലക്ട്രോണിക് ഐറ്റംസും കട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3ാമത്തെ പ്രാവശ്യമാണ് ഈ വീട്ടിൽ കള്ളൻ കയറുന്നത്. ഇതിന് മുമ്പേയും ഒരു കയറി ഏകദേശം 40,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇവരുടെ അബ്ദുല്ല എന്നവരുടെ ഭാര്യ മൈമൂന സുഖമില്ലാതെ ഓപ്പറേഷനായി കിടക്കുന്നവരുടെ സ്വന്തം വീട്ടിൽ തൊട്ടടുത്ത് ഏകദേശം 100 മീറ്റർ അപ്പുറമുള്ള വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മിക്കവാറും അത് അറിഞ്ഞ ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇത് വന്നിട്ടുള്ളതെന്നാണ് സംശയം. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപകാലത്തായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കവർച്ചകളാണ് നടന്നത്. ATMൽ പണം നിറയ്ക്കാനെത്തിയ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് 1/2 കോടി രൂപയാണ് കൊള്ളയടിച്ചത്. പിന്നീട് പ്രദേശത്ത് നിരവധി കവർച്ചകൾ നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. നിരവധി കവർച്ചാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമമുണ്ടായി. കാവലാട്ടെ VP അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് 3.5 പവൻ സ്വർണമാണ് കവർച്ച ചെയ്തത്. സംഭവത്തിൽ ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവങ്ങളും തുടർക്കഥയാകുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സംഘടിത സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും ഇനി കേസിൽ അന്വേഷണം നടത്തുക. ആദൂർ പോലീസും ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉത്തരവിറക്കിയത്. പണയവസ്തുക്കളില്ലാതെ സ്വർണ്ണപ്പണയ വായ്പയെടുത്തും ലോക്കറിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയുമാണ് കാറടുക്ക സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയത്. കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റിൽ നിന്നും തുക മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയും തട്ടിപ്പ് നടത്തിയിരുന്നു. സംഘം സെക്രട്ടറിയായിരുന്ന കർമ്മന്തൊടി ബാളക്കണ്ടത്തെ K രതീഷാണ് കേസിലെ 1ാം പ്രതി. കണ്ണൂർ സ്വദേശിയും പയ്യന്നൂരിൽ താമസക്കാരനുമായ അബൂബക്കർ ജബ്ബാർ എന്ന മഞ്ഞക്കണ്ടി ജബ്ബാർ, കോഴിക്കോട്ടെ C നബീൽ എന്നിവരാണ് കേസിലെ മറ്റു പ്രധാന പ്രതികൾ. ഇവരും തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികളായ പള്ളിക്കര പഞ്ചായത്ത് അംഗവും പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവുമായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ K അഹമ്മദ് ബഷീർ, അമ്പലത്തറ 7ാം മൈലിലെ A അബ്ദുൽ ഗഫൂർ, അതിയാമ്പൂർ നെല്ലിക്കാട്ടെ A അനിൽകുമാർ എന്നിവരും റിമാൻഡിലാണ്.
സൊസൈറ്റിയിൽ നിന്ന് തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ സ്വർണ്ണാഭരണങ്ങൾ വിവിധ ബാങ്കുകളിൽ പണയപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേസന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഉത്തരവായത്. ഡിവൈഎസ്പി ബാബു പെരിങ്ങയത്തിനായിരിക്കും അന്വേഷണ ചുമതലയെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുമ്പളയിൽ വൻ പാൻ മസാല വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 5 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സംഭവത്തിൽ മധൂർ ഹിദായത്ത് നഗർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പള GHSS റോഡിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കർണാടകയിൽ നിന്ന് കാറിൽ കടത്താനായിരുന്നു ശ്രമം. കാറിൽ 12 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. 5 ലക്ഷം രൂപ വരുന്ന ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സിദ്ദീഖ് 2ാം തവണയാണ് പിടിയിലാവുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 3 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങളുമായി ഇയാൾ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന് സമീപത്തായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് CA യൂസഫ് നേതൃത്വം നൽകി. 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ജില്ലയിലെ 4998 വിദ്യാർത്ഥികൾക്ക് +1 സീറ്റ് ലഭിക്കാത്തതിനെതിരെ കാസർഗോഡ് നഗരത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന് സമീപത്തായിരുന്നു സമരം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ പ്രസിഡന്റ് CA യൂസഫ് നേതൃത്വം നൽകി. SSLC വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് മേഖലയിൽ +1 സീറ്റ് ലഭ്യമാക്കുക, പുതിയ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുക, ജില്ലയിലെ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറിയായി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സമരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വീടിന് സമീപത്തു കൂടി പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞു വീഴുന്നത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു. ചെർക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറേ മൂലയിലെ ബാഫക്കി നഗറിലാണ് സംഭവം. ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത്. നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ചെർക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറേ മൂലയിലെ ബാഫക്കി നഗറിലെ റോഡാണിത്. ആലമ്പാടി സ്കൂൾ, ചെർക്കള, പാണലം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പാത. നിരവധി പേർ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഉയർന്ന തട്ടിലുള്ള റോഡിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ ഇടിഞ്ഞിരിക്കുന്നു. ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ഇത്തരത്തിൽ ഒരു ഭാഗം തകർന്ന് അപകട ഭീതി ഉയർത്തുന്നത്. വാഹനങ്ങൾക്ക് മാത്രമല്ല, റോഡിന്റെ സമീപത്തുള്ള വീടിനും ഇത് അപകട ഭീഷണിയാണ്. റോഡ് ഇത്തരത്തിൽ ഇടിയുന്നത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നതെന്ന് വീട്ടുടമയായ അഹമ്മദ് KCN ന്യൂസിനോട് പറഞ്ഞു. വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ നേരെ വീട്ടിലേക്കായിരിക്കും ഇടിച്ചു കയറുക. ഇതിനാൽ തന്നെ കടുത്ത ഭീതിയിലാണ് വീട്ടുകാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. റോഡിൽ സ്കൂൾ ബസ്സുകൾ സ്ഥിരമായി പോകുന്നതും ആശങ്കയുയർത്തുന്നു. കുറേ സ്കൂൾ വണ്ടിയും പിന്നെ 10 ടെൻ്റോളം ലോറിയും കല്ലിൻ്റെ വണ്ടിയും എല്ലാം പോകുന്നത്. നമുക്ക് ഇതിലെ പോകുമ്പോഴേക്ക് എല്ലാം ഇടിഞ്ഞിട്ട് 2-3 പ്രാവശ്യം നമ്മൾ കെട്ടിയിട്ട് കൊടുത്ത്. ഇപ്പോൾ ആരും പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഒരു കൂട്ടാക്കുന്നില്ല. കുറേ വട്ടം പറഞ്ഞ് ഇതാക്കി. ഈ സ്കൂൾ വണ്ടി പോകുന്നതിന് താഴെ പോകണമെങ്കിൽ നമുക്ക് പൊരയുണ്ട് അടുത്ത്, എന്തു ചെയ്യാൻ കഴിയില്ല. കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് കൊടുത്ത്. ആരും ഒന്നും വന്നിട്ട് നോക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുന്നു നോക്കിയിട്ട്. നമ്മൾ ഉണ്ടാകുമ്പോൾ വരുന്നില്ല കറക്റ്റായിട്ട്. കുറേ പ്രാവശ്യം പറഞ്ഞ്
ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഇടിഞ്ഞിട്ട് നമുക്കൊന്ന് കെട്ടാനൊന്നും കഴിയാല. ഇത് കുറേ പ്രാവശ്യം കല്ല് വെച്ചിട്ടുണ്ട്, റോഡ് സൈഡ് കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ല് വെച്ചത് നോക്കുമ്പോൾക്ക് ബസ് പോകുമ്പോൾക്ക് എല്ലാം പൊടിഞ്ഞിട്ട് നമ്മളെ വരക്ക് തെറിക്കുന്നു. ഇതാണ് കല്ലെടുത്തിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനെന്ത് മാർഗ്ഗം നമുക്ക് ഇതിനുള്ള ഒരു പരിഹാരം നമുക്ക് കാണണം. ഇപ്പോൾ നേരത്തെയും ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അഹമ്മദ് തന്നെയാണ് പ്രവൃത്തി നടത്തി ഇടിഞ്ഞു വീഴുന്നതിന് തടയിട്ടത്. എന്നാൽ കൃത്യമായ രീതിയിൽ പ്രവൃത്തി നടത്തിയാലേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മഴ തുടരുന്ന സാഹചര്യത്തിൽ റോഡ് മുഴുവനായി തന്നെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് നന്നാക്കണമെന്നാണ് അഹമ്മദിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടുപ്പിൽ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രന്റെ മകൻ പ്രീതം ലാൽ ചന്ദാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. വീട്ടുപരിസരത്ത് മണ്ണുമാന്തി യന്ത്രം കഴുകുന്നതിനിടെ മറിയുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രീതം ലാൽ ഇതിനിടയിൽ പെടുകയായിരുന്നു. കുറ്റിക്കോലിൽ നിന്നും ഫയർഫോഴ്സ് എത്തുന്നതിനു മുൻപേ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഗൗതം ലാൽ ചന്ദ് ഏക സഹോദരനാണ്. പരേതനായ ബണ്ടങ്കൈ ചന്ദ്രനാണ് പിതാവ്. സംഭവത്തിൽ ബേഡകം പോലീസ് കേസെടുത്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് SFIയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബാനറും കൊടിതോരണങ്ങളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ പ്രണവ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ GVHSന്റെ വടക്ക് ഭാഗത്തെ കവാടത്തിന് സമീപം സ്ഥാപിച്ച ബാനറും കൊടിതോരണങ്ങളും നശിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ SFI ജില്ലാ സെക്രട്ടറി കെ പ്രണവ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ തൃക്കരിപ്പൂർ സ്കൂളിനകത്ത് ഇങ്ങനെ സീറ്റുകൾ ബാക്കി കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MSFനെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്കൂളുകളിൽ ഉള്ളിടത്തോളം കാലം ഒരു കാലത്തും ഈ സ്കൂളിനകത്ത് നല്ല വിദ്യാർത്ഥികൾ, നല്ല അക്കാദമിക് നിലവാരമുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടില്ല. കാരണം അവിടെ നടക്കുന്നത് നല്ല അക്കാദമിക പ്രവർത്തനങ്ങളായിരിക്കില്ല, അവിടെ നടക്കുന്നത് അരാജകത്വ പ്രവണതകളായിരിക്കും. ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക് രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അനുരാഗ്, M സ്നേഹൽ, അനഘ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രകാശിക്കുന്ന കൂണുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള കൂണുകളുണ്ട് കാസർഗോഡ് റാണിപുരത്തെ വനത്തിൽ. വനം വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ അപൂർവ കൂണുകളെ കണ്ടെത്തിയത്. ഇതാണത്. രാത്രിയിൽ പച്ച വെളിച്ചം പൊഴിക്കുന്ന ബയോലൂമിനസെന്റ് കൂണുകൾ. ശാസ്ത്രീയ നാമം ഫൈലോപൊളിറ്റസ് മാനിപ്പുലാരിസ്. ഇലക്ട്രിക് കൂണുകളെന്നും വിളിപ്പേര്. രാസപ്രവർത്തനത്തിലൂടെ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൂണുകൾ അത്യപൂർവം. കാസർഗോഡ് റാണിപുരത്തെ വനമേഖലയിൽ കേരള വനം വകുപ്പും മഷ്റൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. 50ഓളം കൂണിനങ്ങളാണ് റാണിപുരത്തെ സർവേയിൽ രേഖപ്പെടുത്തിയത്. നിറത്തിലും ആകൃതിയിലും വേറിട്ടവ, ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതും. തക്കാളിയുടെ ആകൃതിയിലുള്ള ടൊമാറ്റോ മഷ്റൂം, പൂവ് പോലെ തോന്നിക്കുന്ന പൊറോണിയ നാഗര ഹോളൻസിസ്, കിളിക്കൂടിൻ്റെ ആകൃതിയിലുള്ള സിയാത്തസ്. കൂണിനങ്ങൾ നീളുന്നു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവവൈദ്യ മേഖലയാണ് ഈ റാണിപുരം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉരകങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കൂണുകളെ പറ്റിയുള്ള അധികം പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ മഴക്കാലമായപ്പം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളൊരു കുറച്ച് എക്സ്പേർട്സിനെ വിളിച്ചുകൊണ്ട് നടത്തിയതാണ്. അപ്പോൾ അന്നത്തെ സർവേയിൽ ഏകദേശം 50ഓളം സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബയോലൂമിനസെൻ്റ് ആയിട്ടുള്ള ജൈവദീപ്. കൂൺ പരാഗണത്തിൻ്റെ മനോഹര ദൃശ്യവും സർവേ നടത്തിയ സംഘം പകർത്തിയിട്ടുണ്ട്. കൂടുതൽ ഭാഗങ്ങളിലേക്ക് സർവേ വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 42 വർഷം മുൻപത്തെ സ്കൂൾ പീന ഓർമ്മകളുമായി പാട്ടും കഥയും പറഞ്ഞ് തളങ്കര GMHS 82 ഗ്രൂപ്പ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കർണാടകയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മടിക്കേരി, കുശാൽ നഗർ, മൈസൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര നടത്തിയത്. 42 വർഷം മുൻപിലെ സ്കൂൾ പഠന ഓർമ്മകളുമായി പാട്ടും കഥയും പറഞ്ഞ് തളങ്കര GMHS 82 ഗ്രൂപ്പ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. കർണാടകയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മടിക്കേരി, കുശാൽ നഗർ, മൈസൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു 21 മുതൽ 24 വരെ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. കഥകൾ പറഞ്ഞും പറച്ചിലും പാട്ടുമായി 2 ദിവസങ്ങളിലായി നടന്ന ഉല്ലാസയാത്രയിൽ പഠനകാലത്ത് ക്ലാസ്സിൽ നടന്ന രസകരമായ ഓർമ്മകൾ അയവിറക്കി.
ഗ്രൂപ്പ് ചെയർമാൻ ലുക്മാനുൽ ഹക്കീം, ഷുക്കൂർ കോളിക്കര, PK സത്താർ എന്നിവർ നേതൃത്വം നൽകിയ യാത്രയിൽ കാറു, ഷാഫി തെരുവത്ത്, സാദിഖ് ഷമ്മ, ഹനീഫ ഫിലിപ്സ്, TP മുനീർ എന്നിവർ മനോഹര ഗാനങ്ങൾ ആലപിച്ചു. TA മുഹമ്മദ് കുഞ്ഞി, KS ജമാൽ, A സത്താർ, അഷ്റഫ് വൈറ്റ്, സലാം കുന്നിൽ, KK ഹസൈനാർ, TE ഹംസ, ഹനീഫ പള്ളിക്കാൽ, PM മുഹസിൻ, അസീസ് ഖത്തർ, T മുഹമ്മദ് കുഞ്ഞി, MA സലീം, അബ്ദുല്ല പടിഞ്ഞാർ, CP അഷ്റഫ് എന്നിവർ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനലവധി ഗൾഫ് സെക്ടറിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിനെതിരെ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് UAE KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രഭാത സംഗമം നടത്തി. UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹിയ തളങ്കര ഉദ്ഘാടനം ചെയ്തു. വേനലവധിയിൽ ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാന നിരക്ക് കുത്തനെ കൂട്ടി സാധാരണക്കാരായ പ്രവാസികളെ ദ്രോഹിക്കുന്ന വിമാന കമ്പനികളുടെ ചൂഷണത്തിനെതിരെ കേരള സർക്കാരുകൾ നടപടിയെടുക്കാൻ തയ്യാറാവണമെന്ന് UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹിയ തളങ്കര ആവശ്യപ്പെട്ടു. കാലങ്ങളായി പ്രവാസി സമൂഹം ആവശ്യപ്പെടുന്ന വിമാന നിരക്ക് വർധനവ് കുറക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ സർക്കാരുകൾ തയ്യാറാവാത്തത് പ്രവാസികളോട് ചെയ്യുന്ന അനീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. UAE KMCC കേന്ദ്ര കമ്മിറ്റി ട്രഷറർ നിസാർ തളങ്കര, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KEA ബക്കർ, ദുബായ് KMCC സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈനാർ ഹാജി എടച്ചാക്കെ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ, AA ജലീൽ, അബ്ദുല്ല ആറങ്ങാടി, അഫ്സൽ മട്ടമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാനിച്ചേരി, CH നൂറുദ്ദീൻ, ഹസൈനാർ ബീജന്തെടുക്ക, ഹനീഫ് ബാവാനഗർ, സുബൈർ അബ്ദുള്ള, സുബൈർ കുബണൂർ, ആസിഫ് ഹൊസങ്കടി, സിദ്ദീഖ് ചൗക്കി, റഫീഖ് കാടങ്ങോട്, ബഷീർ പാറപ്പള്ളി, ഫൈസൽ മുഹസിൻ, ഫൈസൽ പട്ടേൽ, റഫീഖ് മാങ്ങാട്, ഖാലിദ് പാലക്കി, AGA റഹ്മാൻ, സൈഫുദ്ദീൻ മുഗ്രാൽ, അഷ്കർ ചൂരി, ഹാരിസ് കുളിയങ്കാൽ, ഷിഹാദ് ചെറുവത്തൂർ, റാഫി പള്ളിപ്പുറം, സലീം ചേരങ്കൈ എന്നിവർ സംബന്ധിച്ചു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PD നൂറുദ്ദീൻ സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മയിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണ്ണാൻ സമുദായ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ തെയ്യം കോലധാരികൾക്ക് ആദരമൊരുക്കി. നടക്കാവ് റോട്ടറി ഹാളിൽ കേരള സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ നേടിയ പ്രമുഖ തെയ്യം കോലധാരി തളിപ്പറമ്പ് നാരായണൻ പെരുവണ്ണാനെയും പ്രഥമ ആത്മപ്രഭ പുരസ്കാരം നേടിയ ബാബു കർണമൂർത്തിയെയും മണ്ണാൻ സമുദായ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മണ്ണാൻ സമുദായ സംഘം ഏരിയ പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് V ചന്ദ്രാനന്ദൻ, സെക്രട്ടറി ശശിധരൻ ബാര, ഏരിയ സെക്രട്ടറി CV രവീന്ദ്രൻ, ട്രഷറർ സജിത് പെരുവണ്ണാൻ, രക്ഷാധികാരി VV കുഞ്ഞിക്കോരൻ, ഡോക്ടർ V രാജീവൻ, V നാരായണൻ, K സതീദേവി, ശശി എരമത്ത് എന്നിവർ സംസാരിച്ചു. പത്മശ്രീ നാരായണൻ പെരുവണ്ണാൻ, ബാബു കർണമൂർത്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് GUP സ്കൂളിൽ വായനാവാരം സമ്മാന വിതരണവും SSLC USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. കാസർഗോഡ് GUP സ്കൂളിൽ വായനാവാരം സമ്മാന വിതരണവും LSS USS നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ കുട്ടി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീകുമാർ A പ്രവർത്തന വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർ ശ്രീലത ടീച്ചർ, SMC ചെയർമാൻ ലൈജുമോൻ KC, മീനാകുമാരി AP, റോഷ്നി, സുരേഖ, സർവമംഗള റാവു, വിദ്യാർത്ഥി പ്രതിനിധി സമൃദ്ധി ആൾവ എന്നിവർ സംസാരിച്ചു. തേൻമൊഴി ഉദ്ഘാടനം SSK കാസർഗോഡ് പ്രോഗ്രാം ഓഫീസർ T പ്രകാശൻ നിർവഹിച്ചു. ആർപ്പോ എന്ന് പറഞ്ഞപ്പോൾ ഇറോ എന്ന് നിങ്ങൾ സ്വന്തം പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ പഠനം അല്ലേ? അപ്പോൾ ഇന്ന് 12 മണി വരെ ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിഷമം വേണ്ട. ക്ലാസ്സുകളിലുള്ളതിനേക്കാളും വലിയ ക്ലാസ്സാണ് ഇന്നിവിടെ കിട്ടിയത് അല്ലേ? അതുകൊണ്ട് അതിൻ്റെ കൂടെ നന്നായി എഴുതാനും വായിക്കാനും കൂടി പഠിക്കുക.
ഹെഡ് മിസ്ട്രസ് വിമല കുമാരി സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ സിന്ധു കിഴക്കിനിയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് അനുമോദനം നൽകി. ഫാർമേഴ്സ് ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത്. ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന യോഗം കാസർഗോഡ് സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ഡെപ്പോസിറ്റ് അടക്കം സ്റ്റുഡൻസ് സേവിങ്സ് എന്ന് പറയുന്ന സംവിധാനം മേഖലകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയും അടക്കമുള്ള ആളുകളെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിലേക്കുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം എന്ന് പറയുന്നത് ഈ മേഖലയെ നിങ്ങളോടുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ആ രീതിയിലേക്ക് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. ചടങ്ങിൽ പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ K ശശി, ബാങ്ക് വൈസ് പ്രസിഡന്റ് LK യൂസഫ്, ഡയറക്ടർമാരായ C രവി, UK രാജൻ, അസീസ് കൂലേരി, P സുബ്രഹ്മണ്യൻ, T അജിത, N ഹാജറ, ഫാത്തിമ സലാം, VK ബീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി C സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയ ദേവനന്ദ, നീരജ, ആര്യ, ഫാത്തിമത്ത് നജ എന്നീ വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സശമ കാസർഗോഡ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിക്കൽ വീൽചെയർ വിതരണവും ഹെലൻ കെല്ലർ അനുസ്മരണവും നടത്തി. 1.5 ലക്ഷത്തോളം വില വരുന്ന നിയോബോൾട്ട് ഇലക്ട്രിക്കൽ വീൽചെയർ ബാരയിലെ രാമകൃഷ്ണനാണ് കൈമാറിയത്. മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N നന്ദികേശൻ ഉദ്ഘാടനം ചെയ്തു. അരയ്ക്ക് കീഴിൽ സ്വാധീനമില്ലാത്ത രാമകൃഷ്ണൻ സ്വന്തം വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാർ, പപ്പടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി ഇഴഞ്ഞു നീങ്ങിയാണ് ഇപ്പോൾ റോഡിലെത്തുന്നത് എന്നറിഞ്ഞ സക്ഷമ പ്രവർത്തകർ USTയുടെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിച്ചാണ് വീൽചെയർ ലഭ്യമാക്കിയത്. ഈ പദ്ധതിയിൽ സക്ഷമ കേരളത്തിലൊട്ടാകെ 25ഓളം വീൽചെയറുകൾ ഇതിനകം വിതരണം ചെയ്തു. ബട്ടത്തൂർ നെല്ലിയടുക്കം പാർത്ഥസാരഥി ക്ഷേത്ര സേവാമന്ദിരത്തിൽ നടന്ന ചടങ്ങ് റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N നന്ദികേശൻ ഉദ്ഘാടനം ചെയ്തു. സക്ഷമ സംസ്ഥാന സമിതി അംഗം TB ഹരി ആലുവ ഹെലൻ കെല്ലർ അനുസ്മരണം നടത്തി. SSLC പരീക്ഷയിൽ ഭിന്നശേഷിക്കാരിൽ ഉന്നത വിജയം നേടിയ ശ്രേയസ് K സതീഷിനുള്ള ഉപഹാര വിതരണം ജില്ലാ രക്ഷാധികാരി TV ഭാസ്കരൻ നിർവഹിച്ചു. സക്ഷമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CC ഭാസ്കരൻ സംഘടനാ സന്ദേശം നൽകി. സക്ഷമ ജില്ലാ പ്രസിഡന്റ് EK രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ സുജയ പാണ്ഡ്യൻ, പാർത്ഥസാരഥി ക്ഷേത്ര ട്രസ്റ്റി സദാനന്ദ ഞെക്ലി എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രഘുനാഥ് കാഞ്ഞങ്ങാട്, ഗീത ബാബുരാജ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം കാഞ്ഞങ്ങാട് ജില്ലാ സേവാ പ്രമുഖ് P കൃഷ്ണൻ ഏച്ചിക്കാനം, ഓമന മുരളി, നാഗേഷ് ഗട്ടി, ബാലൻ മുണ്ടക്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി B വേണുഗോപാലൻ സ്വാഗതവും ട്രഷറർ രതീഷ് PV പരവനെടുക്കൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കവയത്രി നാട്ടാങ്കല്ല് ഭാർഗവി അമ്മയുടെ പുസ്തകശേഖരം ഏറ്റെടുത്ത ജോസഫ് മുണ്ടശ്ശേരി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം രാജേന്ദ്രൻ കോളിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം നാട്ടാംകല്ല് പ്രദേശവാസിയായ കവയിത്രിയും എഴുത്തുകാരിയുമായ ഭാർഗവിയമ്മയുടെ സ്വന്തം രചനാ പുസ്തകങ്ങളുടെയും പുസ്തകശേഖരങ്ങളുടെയും സ്വീകരിക്കൽ ചടങ്ങ് ഭാർഗവിയമ്മയുടെ ഭവനത്തിൽ വെച്ച് നടന്നു. ഭാർഗവിയമ്മയുടെ സ്വന്തം രചനകളായ വർത്തമാനം എന്ന കഥാസമാഹാരവും പഴമയുടെ പുരാവൃത്തം എന്ന പഠനവും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ മുത്തശ്ശിക്കഥയിലെ ബേക്കൽ നീർക്കുമിളകൾ, ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ, പോരാട്ടവീഥിയിൽ കരുത്തോടെ, ഗോത്രസ്മൃതി, അസ്വസ്ഥപർവം, വാക്കുകളുടെ അരങ്ങ്, മാട്ടിറച്ചിയുടെ മഹാഭാരതം, പുലിമട പ്രണയം, global.com തുടങ്ങിയ മറ്റുള്ളവരുടെ രചനകളും ചടങ്ങിൽ വെച്ച് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് കൈമാറി. രാജേന്ദ്രൻ കോളിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാഗ്യവീടുമായിട്ടുള്ള പച്ചയായ മലയാളത്തിൽ അത് ഒരു നന്മയുടെ രൂപം വെച്ചുകൊണ്ട് എഴുതിയ കവിതകളാണ് പലതും ഭാഗ്യവീട് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ചില പുസ്തകങ്ങൾ പ്രകാശനത്തിന് പങ്കെടുത്തിരുന്നു. ഭാഗ്യമ്മയുടെ കവിതാ സമുദായത്തിൽ നമ്മൾ പങ്കെടുത്തിരുന്നത്. ഞാനേറ്റവും ഇവിടെ ഭാഗ്യം ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ജീവിതാനുഭവങ്ങൾ പലപ്പോഴും പല പ്രയാസമുണ്ടായിട്ടുള്ള ഭാഗ്യം എന്നോട് തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ വീട്ടിൽ ഈ പുസ്തകം പ്രകാശിക്കുമ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴെല്ലാം ഭാഗ്യമ്മയുടെ പഴയ കഥകൾ കണ്ടു പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു അമ്മ നമ്മളുടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്, മുഖാത്ഭുതമാണ്. അത് നമുക്ക് അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു അമ്മയുടെ സാന്നിധ്യം, ആ അമ്മയെ ആദരിക്കാൻ നമുക്ക് ഒത്തുകൂടാനുള്ള ഒരു ഭാഗ്യം, ഇതൊക്കെ തീർച്ചയായും നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ നാടിനൊരു ചൈതന്യമാണ്.
തുടർന്ന് ഭാർഗവിയമ്മയുടെ പുസ്തകങ്ങളും മറ്റ് പുസ്തകശേഖരവും ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ ഭാർഗവിയമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി. എ വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ, ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് സാവിത്രി, വി നാരായണൻ, കാർത്യായനി, രാജൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി പി ഭാസ്കരൻ സ്വാഗതവും വി രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അരയി പാലക്കാലിൽ നേന്ത്രക്കായ ചിപ്സ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും ആത്മാ കാസർഗോഡിന്റെയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ആരംഭിച്ചത്. കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും ആത്മാ കാസർഗോഡിന്റെയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട് അരയി പാലക്കാലിൽ നേന്ത്രക്കായ ചിപ്സ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കൃഷിക്കൂട്ട് അധിഷ്ഠിത ഫാം പ്ലാൻ വികസന സമീപനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 50,000 രൂപയോളം വില വരുന്ന യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാരംഭിച്ച ഐശ്വര്യ കൃഷിക്കൂട്ടം ചിപ്സ് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു. കൃഷി ഫീൽഡ് ഓഫീസർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത കെ അധ്യക്ഷത വഹിച്ചു. ആത്മ ഡെപ്യൂട്ടി ഡയറക്ടർ സുമ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർ മായാകുമാരി, കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഐശ്വര്യ കൃഷിക്കൂട്ടം ചിപ്സ് നിർമ്മാണ യൂണിറ്റിന്റെ സംരംഭക ശോഭ തരമ്പയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997-98 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂളിലെ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പരസ്പരം സ്കൂളിലെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. സ്കൂളിലെ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പരസ്പരം സ്കൂളിലെ ഓർമ്മകൾ പങ്കുവച്ച് സ്കൂൾ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങൾ ഓർത്തെടുത്തു. സംഗമം സ്കൂൾ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾ വീണ്ടും സ്മരിക്കാനുള്ള മികച്ച അവസരമാണെന്ന് പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണ ജി പറഞ്ഞു. തുടർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. പഴയകാലത്തെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥന, സ്കൂൾ അസംബ്ലി, പ്രതിജ്ഞ, അനുസ്മരണ ചടങ്ങുകൾ എന്നിവയും നടന്നു. സ്കൂൾ ദിവസങ്ങളിലെ സംഭവങ്ങളുടെ ചർച്ചകൾ, ഫോട്ടോ പ്രദർശനം, വീഡിയോ ക്ലിപ്പുകൾ എന്നിവ സംഗമത്തെ വേറിട്ടതാക്കി. വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു. പരിപാടി ദേശീയഗാനത്തോടെ സമാപിച്ചു. മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിച്ച സംഗമം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മയിലെ മികച്ച ഏടായി മാറി. പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണ ജി, അധ്യാപകരായ ഈശ്വർ മാസ്റ്റർ, ആനന്ദ് മാസ്റ്റർ, PT അധ്യാപകൻ വിശ്വനാഥ്, പ്യൂൺ വിശ്വനാഥ്, അധ്യാപകരായ സരസ്വതി ടീച്ചർ, നളിനി ടീച്ചർ, പ്രസന്ന ടീച്ചർ, ശ്യാമള ടീച്ചർ, ശശികല ടീച്ചർ, സുനീതി ടീച്ചർ, അരുണപ്രഭ ടീച്ചർ, മേഴ്സി ടീച്ചർ, നിലവിലെ PT അധ്യാപിക അനിത ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. KK യൂസഫ്, ദയാകര മാറ്റ്, ഹേമന്ത് കുമാർ, രേണുക, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. IODP അന്തർദേശീയ സമുദ്ര പര്യവേഷണ സംഘത്തിലെ മലയാളിയും കാസർഗോട്ടുകാരനുമായ ഡോക്ടർ AV സിജിൻ കുമാർ പെരിയ ചെർക്കാപ്പാറ ദി ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചു. ജോയിഡസ് റെസുലേഷൻ പര്യവേഷണ കപ്പലിലെ ലാബിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴിയാണ് സംവാദം നടത്തിയത്. ഡോക്ടർ സിജിനുമായുള്ള സംവാദം കുട്ടികൾക്ക് ഏറെ വിജ്ഞാനപ്രദമായി മാറി. ഉത്തര ധ്രുവത്തിലെ മഞ്ഞുപാളികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം ഭൗമശാസ്ത്രജ്ഞർ. ഇതിനായി അവർ ആർട്ടിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മണ്ണും പാറക്കല്ലുകളും ഖനനം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംഘത്തിൽ മലയാളക്കരയുടെ അഭിമാനമായി ഒരു കാസർഗോട്ടുകാരനുമുണ്ട്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കാറടുക്ക സ്വദേശിയുമായ ഡോക്ടർ AV സിജിൻ കുമാർ. സംഘത്തിലെ ഏക ഇന്ത്യൻ പ്രതിനിധി കൂടിയാണ് സിജിൻ കുമാർ. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ചൈന തുടങ്ങിയ 17 രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ ഈ പദ്ധതിയുമായി ഉത്തര ധ്രുവത്തിൽ എത്തിയത്. ജോയിഡസ് റെസൊല്യൂഷൻ പര്യവേഷണ കപ്പലിലെ ലാബിൽ നിന്നും ഡോക്ടർ AV സിജിൻ കുമാർ പെരിയ ചെർക്കാപ്പാറയിലെ ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചു. അദ്ദേഹം കുട്ടികൾക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പര്യവേഷണ കപ്പലിലെ ഉപകരണങ്ങളെക്കുറിച്ചും വ്യക്തമായ വിശദീകരണങ്ങൾ നൽകുകയും തന്റെ സഹപ്രവർത്തകരുമായി ആശയവിനിമയം ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടാക്കുകയും ചെയ്തു. കൂടാതെ കുട്ടികളും അധ്യാപകരും ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്ക് ഡോക്ടർ സിജിൻ കുമാർ കൃത്യമായ മറുപടിയും നൽകി.
ഇവിടെ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്ന് പാറയുടെ ഘടന വിലയിരുത്തുകയും ഫോസിലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നും 7 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിക്കിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നും കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് വിലയിരുത്തുകയും ചെയ്യുമെന്നും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ള ഉഷ്ണജല പ്രവാഹത്തിന്റെ ശക്തിയും ദൗർബല്യവും പഠിക്കുമെന്നും കുട്ടികളുമായി സംവദിച്ചുകൊണ്ട് ഡോക്ടർ സിജിൻ കുമാർ പറഞ്ഞു. ഡോക്ടർ സിജിനുമായുള്ള സംവാദം ഏറെ വിജ്ഞാനപ്രദവും കൗതുകവും ഉളവാക്കുന്നതായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ പൂനം സിംഗും സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് ബിൻ മൊയ്തീനും അഭിപ്രായപ്പെട്ടു. Thank you, Dr. Sajjan, to give us the opportunity, and we were so elated to be a part of your expedition and to see North Pole of the world is something mesmerizing, and we could not have a better opportunity for our students to have an outreach program such like that. Thank you so much, and thank you to give us the time. Thank you. So the experience was amazing. Like, I thought it was just a small ship with a couple of laboratories, but when they went outside, it changed the whole perspective. Drills that take samples, that's too much to understand at one go. The way Mr. Sajjan Kumar explained to us was also magnificent. The way he took all the crew scientist members and asked them to give more details about this mission, that is absolutely wonderful. Like, I feel very happy today to have a lucky opportunity to be in this situation that I got to see the North Pole live session. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും ഡോക്ടർ സിജിന്റെ മകനുമായ അനിരുദ്ധ് സിജിൻ പിതാവിന്റെ ഈ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നും സ്കൂളിലെ കുട്ടികളുമായി പിതാവ് സംവദിച്ചത് അഭിമാനകരമാണെന്നും പറഞ്ഞു. Thank you. You made me very proud today. I love you. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പൂനം സിംഗ് പരിപാടിക്ക് ചുക്കാൻ പിടിച്ചു. അക്കാദമിക് ഡയറക്ടർ വിൻസി ഷോണി, അധ്യാപകരായ മധുശ്രീ, ശ്രീജ, ശ്രേയ, പ്രമോദ് പി നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പരിവേഷണം പൂർത്തിയാക്കി ശാസ്ത്രസംഘം ഓഗസ്റ്റ് 5-ന് ആംസ്റ്റർഡാമിൽ തിരിച്ചെത്തും. തുടർന്ന് 6 മാസങ്ങൾക്ക് ശേഷം ജർമ്മനിയിലെ ബ്രമനിലെ കോർ ലാബിൽ നിന്നും ലഭിക്കുന്ന ഗണന സാമ്പിളുകൾ പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വകുപ്പിന് കീഴിലുള്ള പാലിയോ 3 ഗവേഷണശാലയിൽ എത്തിച്ച് പഠനം നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. 2023-24 അധ്യയന വർഷത്തിൽ മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിധിയിൽ നിന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2023-24 വർഷത്തിൽ മടിയൻ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം ഇന്ദിരാ നാരായണൻ അധ്യക്ഷയായി. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ്, ബാലസംഘം ഏരിയ പ്രസിഡന്റ് ജിതിൻ കുമാർ, DYFI അജാനൂർ മേഖലാ കമ്മിറ്റി അംഗം മഞ്ജു സന്ദീപ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം A സരോജിനി നാരായണൻ സ്വാഗതവും TV കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പളയിൽ വൻ കവർച്ച. പത്വാടിയിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു. കാറടുക്ക സഹകരണ സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന സംഭവം. കേസന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. കാസർഗോഡ് കുമ്പളയിൽ വൻ പാൻ മസാല വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 5 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഒരാൾ അറസ്റ്റിൽ. കാസർഗോഡ് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി. കാസർഗോഡ് നഗരത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. വീടിന് സമീപത്തുകൂടി പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞു വീഴുന്നത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു. ചെർക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറേ മൂലയിലെ ബാഫക്കി നഗറിലാണ് സംഭവം. കാസർഗോഡ് റാണിപുരത്തെ വനത്തിൽ പ്രകാശിക്കുന്ന കൂണുകൾ വിസ്മയ കാഴ്ചയാകുന്നു. വനം വകുപ്പ് സർവേയിലാണ് അപൂർവ കൂണുകൾ കണ്ടെത്തിയത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.